ആ സമയത്താണ് ജിന്ദ എന്ന പേരുള്ള ഒരു ഗുണ്ട പ്രശസ്തനാകാൻ തുടങ്ങിയത്. ജിന്ദ ഒരു ഭീകരൻ. ചിന്തിക്കാൻ പറ്റാത്തത്ര ക്രൂരതകൾ അവൻ ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെയുള്ള ഒരു കേസ് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കാണ് ലഭിച്ചത്. കൊള്ളയടിച്ചാൽ ഒരു തെളിവ് പോലും കാണില്ല. കൊല ചെയ്താൽ ഫിംഗർ പ്രിന്റ് പോലും കാണില്ല. അവൻ്റെ അടുത്തെത്താൻ വരെ പ്രയാസമായിരുന്നു. പക്ഷെ അവനെ പിടിച്ചല്ലേ പറ്റൂ, ജീവനോടെയോ അല്ലാതെയോ. സാറേ, ഒരു ചെറിയ തെളിവ് പോലും കിട്ടിയിട്ടില്ല. നോ, ഐ ഹാവ് ആൻ ഐഡിയ. പറയേ. നമുക്ക് സിന്ധാവിനെ മറ്റു ക്രിമിനലിനെ പോലെ പിടിക്കാൻ പറ്റില്ല. സോ അവനെ പിടിക്കാൻ ശ്രമിച്ച് തോറ്റു പോകുന്നതിലും അവൻ്റെ കൂടെ ചീട്ട് കളിക്കുന്ന നല്ലതെന്ന് തോന്നുന്നു. നമ്മൾ ഇറക്കുന്ന ഓരോ ചീട്ടിനും അവനെ കൊണ്ട് മറ്റു ചീട്ടുകൾ ഇറക്കിപ്പിക്കണം. ചീട്ടുകളി എന്ന് ഞാൻ പറഞ്ഞത് കൊലയും കൊള്ളയും അതുപോലെ വിഷയങ്ങളാണ്, ഒറിജിനലല്ല, നമ്മളായിട്ടുണ്ടാക്കുന്നത്. അവൻ ചെയ്യുന്ന കൊലപാതകത്തേക്കാൾ വലിയ കൊലപാതകങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ലോക്കൽ ഭാഷയിൽ പറഞ്ഞ ഒരു മാങ്ങയിൽ രണ്ടണ്ടി ഉണ്ടാവില്ല. മറ്റൊരു റൗഡി ഉണ്ടെന്ന് അറിയുന്നതും ഒന്നുകിൽ അവനെ തേടി അവൻ വന്നിരിക്കും, ഇല്ലെങ്കിൽ സമാധാനം സംസാരിക്കാൻ വരും. എന്തായാലും അവൻ വെളിയിൽ വന്നേ തീരൂ. യെസ്, ജിന്ദ എന്തായാലും വെളിയിൽ വരും. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം. റൈറ്റ്. അപ്പോൾ സിന്ധാവിടെ മാർക്കറ്റിൽ ആദ്യത്തെ എതിരാളി സ്റ്റീഫൻ രാജ്. നിന്റെ ഐഡിയ മനോഹരമായ ഫലം തന്നു. ആദ്യം ഒരു വലിയ കൊലപാതകം സെറ്റപ്പ് ചെയ്തു. ഒരു വിദേശിയെ കൊല്ലുന്ന പോലെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ആ വ്യാജമായ കൊല വലിയ സംസാര വിഷയമായി. സ്റ്റീഫൻ രാജ് എന്ന പേര് പ്രശസ്തമായി. ജിന്ദയെപ്പോലെ അതുകൊണ്ടൊന്നും നിർത്താതെ വീണ്ടും കൊലകൾ തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ കാത്തിരുന്നു. ആരാണ് ഈ സ്റ്റീഫൻ രാജ്? അറിയില്ല സർ. എവിടെ നിന്ന് വന്നവനാ? അറിയില്ല സർ. ഇപ്പം എവിടെ അവൻ? എന്ത് ചെയ്യുന്നു? അറിയില്ല സർ. അറിയില്ല സാർ, അറിയില്ല. ജെന്റിൽമാൻ, അതായത് പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഐ ആം എ സ്പോർട്സ്മാൻ. എനിക്ക് ഗെയിംസ് ഇഷ്ടമാണ്. കളിപ്പിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എല്ലാവരും കളിക്കണം, എല്ലാത്തിലും കളിക്കണം. കളിയിൽ തോറ്റവനെ എനിക്കിഷ്ടമാണ്, കളിയിൽ ജയിച്ചവനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ കളിക്കുന്നത് വെറുതെ നോക്കി നിൽക്കുന്നവരെ എനിക്കൊട്ടും ഇഷ്ടമല്ല. എന്താന്ന് വെച്ചാൽ അവർ യാതൊരു കഴിവുമില്ലാത്തവരാ, ജീവനില്ലാത്ത ജഡം. അങ്ങനെയുള്ള ജഡങ്ങളൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവാൻ പാടില്ല. ഇവർ രണ്ടുപേരും കളിക്കാനിറങ്ങിയിട്ട് തോറ്റിട്ട് വന്നിരിക്കുക. എൻ്റെ ചീട്ടുകൂട്ടത്തിലെ രണ്ട് ജോക്കേഴ്സ്. മൈ ജോക്കേഴ്സ്. ഞങ്ങളോട് ക്ഷമിക്കൂ സർ. എനിക്ക് ശിക്ഷ നൽകുന്ന കാര്യം മാത്രമേ അറിയൂ. ക്ഷമിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വിക്ടർ, യുവർ ഗൺ, ഇസ് ഇറ്റ് ലോഡഡ്? യെസ് സർ. ബഹാദൂർ, യുവർ ഗൺ. ഇപ്പോൾ ഈ രണ്ട് കണ്ണിലെയും ബുള്ളറ്റ് എവിടെയാ ഉള്ളതെന്ന് നിനക്കും അറിയില്ല, നിനക്കും അറിയില്ല, പിന്നെ എനിക്കും അറിയില്ല. Unlucky fellows. Very, very unlucky fellows.
ബഹദൂർ, എനിക്ക് ആ സ്റ്റീഫൻ രാജിനെ ഒന്ന് കാണണം. ഏർപ്പാട് ചെയ്യേ. ഓക്കെ സാർ. ഒരു പ്രാവശ്യം അവൻ്റെ കൂടെയുള്ള രണ്ടാമത്തെ സഹായിയായി വന്നത് റീന. ആരാണ് നിന്നെ അയച്ചത്? സിന്ദ. എനിക്ക് സിന്ദാവിനെ കാണാൻ ആഗ്രഹമില്ലെങ്കിൽ? ആഗ്രഹമില്ലായിരുന്നെങ്കിൽ എന്നെ കാണാൻ വരില്ലായിരുന്നു. എന്താണ് കാര്യം? ബിസിനസ്. ബിസിനസ്? രക്തം വീഴാതെ കൂട്ടുകച്ചവടം ചെയ്യാൻ സിന്ദ ആഗ്രഹിക്കുന്നുണ്ട്. കൂട്ടുകച്ചവടത്തിന് എനിക്ക് താല്പര്യമില്ലെന്ന് അവനോട് പോയി പറഞ്ഞേക്ക്. നാളെ വൈകുന്നേരം 6 മണിക്ക് കാസ്കേറ്റിൽ വെച്ച് ഒരു ആയുധവും ഇല്ലാതെ സിന്ദയെ കാണാൻ വരണം. എനിക്ക് കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ? നോ, എന്തായാലും കാണണം മിസ്റ്റർ വെട്രിവേൽ. എന്നെ നിനക്ക് എങ്ങനെ അറിയാം? നിങ്ങളുടെ നിഴല് വെച്ച് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ പിന്നെ ശബ്ദം വെച്ച് എനിക്ക് പറ്റില്ലേ? റീന, നീ എങ്ങനെയാ സിന്ദയുടെ അടുത്ത്? പുതിയ കഥയായിട്ടൊന്നുമില്ല. ജോലി കിട്ടിയില്ല, വീട്ടിൽ പ്രശ്നം. ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ വേണ്ടി ഈ ശരീരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇംഗ്ലീഷൊക്കെ അറിയാവുന്നതല്ലേ. വലിയ ലെവലിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. എനിക്ക് വില പറയാൻ കുറച്ചു പേർക്കേ പറ്റിയിരുന്നുള്ളൂ. അതിലൊരാളാണ് ഈ സിന്ദ. സിന്ദ നിന്നെ ഒരുപാട് വിശ്വസിക്കുന്നു. നീയോ? നിങ്ങളെ വിശ്വസിക്കുന്നു. റൈറ്റ്. സിന്ദയെ കണ്ടുപിടിക്കുന്നതിനും അവൻ്റെ സാമ്രാജ്യം നശിപ്പിക്കുന്നതിനുമാണ് എൻ്റെ ഈ വേഷം. ഒരുപക്ഷെ എന്നെ തിരിച്ചറിഞ്ഞാലും, എന്നെ സഹായിക്കുന്നതുകൊണ്ട് നിന്നെ തിരിച്ചറിഞ്ഞാലും, നീ ഉടനെ ബന്ധപ്പെടേണ്ട നമ്പർ 616263. 616263. സോ എനിക്ക് സിന്ദയെ ആയുധമില്ലാതെ മീറ്റ് ചെയ്യണം. ഓക്കെ? Stephen Raj. So you are Stephen Raj. മൃഗങ്ങളെ നിനക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ? അതുകൊണ്ടാണ് നിന്നെയും ഇഷ്ടപ്പെട്ടത്. നല്ല തമാശ, പക്ഷെ ചിരിക്കാൻ തോന്നുന്നില്ല. എന്തിനാ എന്നെ വിളിച്ചേ? ബിസിനസ് സംസാരിക്കാനാണ് സ്റ്റീഫൻ രാജ്. ബിസിനസ്. നിനക്കെന്ത് വേണം? ഒന്നും ചോദിച്ചു വാങ്ങി പഴക്കം എനിക്കില്ല. ഞാൻ ചോദിക്കാതെ വാങ്ങുന്നത് ജീവൻ മാത്രമാണ്, അറിയോ? അതുകൊണ്ടാണല്ലോ 4-5 പേരെ നിർത്തി വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും കോമാളിത്തരം ഉണ്ടെങ്കിൽ കാണിക്കും, ഞാൻ പോയിക്കോളാം. സ്റ്റീഫൻ രാജ്, മൈ ഡിയർ സ്റ്റീഫൻ രാജ്, യു നോ, ഒരു രാജ്യത്തിന് ഒരു രാജാവ്, ഒരു കുടുംബത്തിന് ഒരു ഗൃഹനാഥൻ, ഉറയ്ക്കുള്ളിൽ ഒരു വാൾ. ഞാൻ സത്യമാണ് സ്റ്റീഫൻ രാജ്, നീ നിഴലാണ്. ഇതുപോലെയുള്ള കളികൾക്കൊക്കെ ഒരേ ഒരു സിന്ദ മാത്രം മതി. സ്റ്റേ ഔട്ട് ഓഫ് മൈ വേ. അത്രയ്ക്കേ ഉള്ളൂ. ഇത് പറയാനാണോ നീ എന്നെ വിളിപ്പിച്ച? വേറെ ഒന്നുമില്ലേ? ഇതൊരറിയിപ്പല്ല സ്റ്റീഫൻ രാജ്, താക്കീത്. ഫൺ സ്കൂൾ MG റോഡിൽ കുട്ടികൾക്കായി ഒരു ബൊമ്മക്കടയുണ്ട്. അവിടെ ചെറിയ ചെറിയ ബൊമ്മകളെല്ലാം വിൽക്കുന്നുണ്ട്. അതിലൊരെണ്ണം വാങ്ങിച്ചു വെച്ച് കളിച്ചോണ്ടിരി, ഞാൻ വരാം. Sit down, Stephen Raj, sit down. Sit down. ഇപ്പോൾ ഇവിടെ ആയുധമില്ലാതെ നിൽക്കുന്ന ഒരേ ഒരാൾ നീയാണ്. നീ മാത്രമാണ്. ഞാൻ വിചാരിച്ചാൽ നിന്നെ കൊന്നുകളയാൻ കഴിയും, ജോക്കർ. ഗുഡ് ബൈ. മാനേഴ്സ് സ്റ്റീഫൻ രാജ്, മാനേഴ്സ്.
ഓരോ സ്ഥലത്തും കൈക്കൂലി വാങ്ങാൻ ഒരു തെണ്ടി ഉണ്ടാവും, റൈറ്റ്? നന്നായിട്ട് കളിക്കുന്നു സ്റ്റീഫൻ രാജ്, നന്നായിട്ട് കളിക്കുന്നു. ഐ ലൈക്ക് യു.